ടി.ഐ. മധുസൂദനൻ എം.എൽ.എ രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചുവെന്ന ആരോപണത്തിൽ വി കുഞ്ഞികൃഷ്ണനെതിരെ CPM ഇന്ന് നടപടിയെടുത്തേക്കും. അല്പസമയത്തിനകം ചേരുന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനമുണ്ടാകും. പാർട്ടിയെ തകർക്കാനാണ് ശ്രമമെന്നും കുഞ്ഞികൃഷ്ണൻ ശത്രുവിന്റെ കോടാലിക്കൈയാണെന്നും MV ജയരാജൻ വിമർശിച്ചു. രക്തസാക്ഷി ഫണ്ട് പറ്റിക്കാനോ തട്ടിപ്പ് നടത്താനോ അനുവദിക്കില്ലെന്നും നടപടിയിൽ ജില്ലാ കമ്മിറ്റി തീരുമാനമെടുക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. പാർട്ടിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പരസ്യ അഭിപ്രായ പ്രകടനം. പാർട്ടിയുടെ ഒരു പ്രവർത്തകനും ധനാപഹരണം നടത്തിയിട്ടില്ല. അത് 2 കമ്മീഷനുകൾ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ തകർത്തുകൊണ്ട് തിരുത്തുക എന്ന നിലപാട് സ്വീകരിച്ചിട്ടാണ് പരസ്യ അഭിപ്രായ പ്രകടനം നടത്തിയത്. അത് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉചിതമായ സംഘടനാ തീരുമാനം എടുക്കും. അദ്ദേഹം പറയുന്ന തെളിവെല്ലാം വാസ്തവവിരുദ്ധമാണ്. അതൊന്നും ധനാപഹരണത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തുന്ന കാര്യമല്ല. അദ്ദേഹം ശത്രുവിൻ്റെ കോടാലിക്കൈയായി മാറി. അത് സംബന്ധിച്ച് അവിടെ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട നിലയിലേ ഉള്ളൂ. അത് ജില്ലാ കമ്മിറ്റി, കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും അതിൻ്റെ സെക്രട്ടേറിയറ്റിൽ നിന്ന് നാളെയായിട്ട് ചേർന്ന് അവർ പരിശോധിക്കും, ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അവിടെ ഇതിന് മുമ്പ് ഉയർന്നു വന്ന പ്രശ്നങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നം സംഘടനാ വിരുദ്ധമായ നിലപാടുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. അത് ഉൾപ്പെടെ ചേർന്ന് ഇന്നും നാളെയും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റും അതുപോലെ സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്, ജില്ലാ കമ്മിറ്റിയും. അത് സംബന്ധിച്ച് തീരുമാനിച്ചാലല്ലേ നമുക്ക് അതിൻ്റെ അകത്ത് ഇടപെടേണ്ട കാര്യമുണ്ടോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നോക്കിയിട്ട് ഇടപെടാം. രക്തസാക്ഷി ഫണ്ടെന്ന് ഒരു നായാ പൈസ ഒരു തരത്തിലും വഞ്ചിക്കാനോ പറ്റിക്കാനോ അനുവദിക്കുന്ന പ്രശ്നമേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ഉറപ്പാണ്. അത് ഉയർന്നു വന്നത് ശരി, അത് ഉയർന്നു വന്ന ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഞങ്ങൾ ഇടപെടേണ്ടിയുണ്ടെങ്കിൽ അപ്പോൾ ഇടപെടും. ബിജീഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബിജീഷ്, പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെ ഒരു തിരിമറിയും നടന്നിട്ടില്ല, ധനാപഹരണം ഉണ്ടായിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച കുഞ്ഞികൃഷ്ണനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ജില്ലാ നേതൃത്വം നൽകുന്നത്. എപ്പോഴാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുക? ഇന്നൊരു നടപടി പ്രതീക്ഷിക്കാമോ? ഇന്ന് ഉച്ചയ്ക്ക് 2:30 ശേഷമാകും കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ യോഗം ചേരുക. ഈ യോഗം കഴിഞ്ഞ് നാളെ ജില്ലാ കമ്മിറ്റി കൂടിയുണ്ട്. അത് കഴിഞ്ഞ് മാത്രമേ ഇതിനകത്തൊരു പ്രഖ്യാപനം ഔദ്യോഗികമായിട്ടുണ്ടാകുള്ളൂ എന്നുള്ളതാണ് നമുക്ക് അറിയുന്ന വിവരം. കാരണം ഇതിനകത്ത് ചർച്ച നടക്കേണ്ടതുണ്ട്. ചർച്ച നടന്നു കഴിഞ്ഞാൽ പോലും തീരുമാനം ഇന്നതായിരിക്കും എന്നുള്ള കാര്യത്തിനകത്ത് വളരെ വ്യക്തതയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ MV ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ്. ഒരു തരത്തിലും പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ആരോപണങ്ങളല്ല വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ അംഗമായിരുന്ന ജില്ലാ കമ്മിറ്റി ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പരിശോധിച്ച് അംഗീകരിച്ചതാണ്. ഇപ്പോൾ വീണ്ടും കുഞ്ഞികൃഷ്ണൻ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് പാർട്ടിയെ തകർത്തുകൊണ്ട് നന്നാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് കുഞ്ഞികൃഷ്ണൻ നീങ്ങുന്നു എന്നുള്ളതാണ് പാർട്ടി വിലയിരുത്തുന്നത്. MV ജയരാജൻ പറഞ്ഞ വാക്കതാണ്. അതുകൊണ്ട് തന്നെ MV ജയരാജൻ പറയുന്ന വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക വി കുഞ്ഞികൃഷ്ണനെ ഇനി പാർട്ടിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി അത് തന്നെയായിരിക്കും പാർട്ടി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ഇനിയിപ്പോൾ സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് ആദ്യം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അത് കഴിഞ്ഞ് നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിനകത്ത് ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം ഔദ്യോഗിക പ്രഖ്യാപനമായി വരും. അതിനു മുൻപ് ഒരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിച്ചുകൊണ്ട് വലിയ തരത്തിൽ പയ്യന്നൂരിൽ ഫ്ലക്സുകളും മറ്റും പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യങ്ങൾ കൂടി പാർട്ടിക്ക് പരിഗണിക്കേണ്ട ഒരു സാഹചര്യം വരും. കാരണം വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പൊതുസമൂഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിശദീകരണം പാർട്ടി നൽകേണ്ടി വരും. ഒപ്പം തന്നെ ഈ പയ്യന്നൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിനകത്ത് അവിടെ പരിഗണിക്കുന്ന സ്ഥാനാർത്ഥിയുടെ കാര്യത്തിനകത്തും ഒരു പ്രാഥമികമായ കാര്യങ്ങളിലേക്ക് അതിൻ്റെ ഒരു ചർച്ച തുടങ്ങി വെക്കേണ്ട സാഹചര്യവും ഈ കുഞ്ഞികൃഷ്ണന്റെ പുറത്താക്കൽ നടപടി വരുന്ന ഘട്ടത്തിൽ തന്നെ നീങ്ങാനാണ് സാധ്യത. ജിൽസി.